ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഇതൊരു മൂവി റിവ്യൂ വീഡിയോ അല്ല, പകരം ഇതൊരു ഫിലിം സജഷൻ വീഡിയോ ആണ്. സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഫിലിം മേക്കറായ കൊറാലി ഫാർഗട്ട് സംവിധാനം ചെയ്ത ഡെമി മൂറും മാർഗരറ്റ് ക്വാലിയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഫിലിം സ്ട്രീം ചെയ്യുന്നത് മുബി എന്ന പ്ലാറ്റ്ഫോമിലാണ് ഫിലിം സ്ട്രീം ചെയ്യുന്നത്. ഇത് ഫെയിമിന് പുറകെ പോകുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് സിനിമയെക്കുറിച്ച് ഇതിൻ്റെ കോർ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വാർണിംഗ് മുന്നേ തരാം. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡെല്ലാം കഴിച്ച് ദഹിച്ചതിന് ശേഷം മാത്രം ഈ സിനിമ കാണുക. ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫിലിം കണ്ടിട്ട് ആ ഫിലിം പകുതിക്ക് വെച്ച് ഒന്ന് നിർത്തിയിട്ട് ബാക്കി പിന്നെ കാണാം എന്നൊരു ഫീലിംഗ് തോന്നുന്നത്. കാരണം ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും കണ്ടിരിക്കാൻ പറ്റാതായി. ചില സീൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണടച്ചു പോകും. കാരണം അത്രമാത്രം ഡീറ്റെയിൽഡായിട്ടും ബോൾഡായിട്ടുമാണ് ഒരുപാട് സീൻസ് ഈ ഫിലിമിൽ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലമായിട്ടുള്ള ഒരു കോർ തീമിനെ പ്രോപ്പറായിട്ട് അവർ കൺവേ ചെയ്യുന്നുണ്ട്. കുറച്ച് ബോൾഡായിട്ടാണെങ്കിലും പ്രോപ്പറായിട്ട് ഈ ഒരു ഫിലിം കൺവേ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മളെക്കാളും നമ്മുടെ ഒരു ബെറ്റർ സെൽഫിനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു സ്റ്റേജിൽ നമുക്ക് ചിലപ്പം നമ്മളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെയാകും. നമ്മളിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുകയും നമ്മളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെയാകും എന്നൊരവസ്ഥ ഉണ്ടാകും എന്നൊക്കെ തുറന്ന് കാണിക്കുന്ന ഒരു ഫിലിം തന്നെയാണിത്. ഇതിൽ മെയിൻ ക്യാരക്ടർ എലിസബത്ത് സ്പാർക്കിൾ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചത് ഡെമി മൂറാണ്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് മാർഗരറ്റ് ക്വാലിയും വരുന്നുണ്ട്. രണ്ടുപേരും കിഡിലുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡെമി മൂറിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അത്ര കിഡിലുമായിട്ടാണ് പുള്ളിക്കാരി പെർഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷത്തെ ഓസ്കാർ അവാർഡുകൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ, എനിക്കൊന്ന് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടാൻ പോകുന്നത് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഫിലിമായിരിക്കും. ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഡെമി മൂർ ഈ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വാങ്ങിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത്ര കിടിലമായിട്ട് പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് പടം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്ര മനോഹരമായിട്ടാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ മാർഗരറ്റ് ക്വാലി പുള്ളിക്കാരിയും നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട്, കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള റോളാണെങ്കിലും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ആക്ടിങ് ആയിരുന്നു രണ്ടുപേരും. ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളായിട്ട് തന്നെയാണ് രണ്ടുപേരും ഈ ഫിലിമിൽ വരുന്നത്. ഇതല്ലാതെ എനിക്ക് തോന്നുന്നു ഒരാൾ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് വരുന്നത് ഡെന്നിസ് ക്വെയ്ഡാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് ഫിലിം കാണാമെന്ന് എന്തായാലും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഈ ഫിലിം കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കഴിച്ച് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയതിനു ശേഷം മാത്രം ഫിലിം കാണുക. അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് വല്ല ഗ്രിൽഡ് ചിക്കനോ ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പല സീൻസും ഈ ഫിലിമിൽ കാണിക്കുന്നത്. ഫുഡുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടാണ് ഫിലിം കാണിക്കുന്നത്. ഒരുപാട് സീൻസ് അങ്ങനെയുണ്ട്. പല സീൻസിലായാലും നമുക്ക് ഫുഡിനോട് നമ്മൾ വെറുത്തു പോകും. അത്രമാത്രം ബോൾഡായിട്ട് കുറേ സീൻസ് ഫിലിമിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എടുത്ത് പറയേണ്ട കുറച്ച് സീൻസും കാര്യങ്ങളുമുണ്ട്. ഇതിനാദ്യം കാണിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ഈ എലിസബത്ത് സ്പാർക്കിൾ എന്ന് പറയുന്ന സെലിബ്രിറ്റിയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ അവരുടെ ഒരു ഫെയിം നിലനിൽക്കുന്ന ടൈമും ഒരു കാലങ്ങളോളം കഴിയുമ്പോൾ ആ ഫെയിം ഏത് രീതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് പരിണാമം സംഭവിക്കുന്നതെന്നൊക്കെ കാണിക്കുന്ന വളരെ മനോഹരമായിട്ട് അവർ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷോട്ടിലൂടെ തന്നെ, ഒരു 2-3 മിനിറ്റുള്ള ആ ഒരു ഷോട്ടിലൂടെ തന്നെ എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കൺവേ ആകുന്നുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള പല ഫ്രെയിംസും, ഈ ഫിലിമിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇത് ചെയ്തിരിക്കുന്ന പല ഫ്രെയിംസ് ഉണ്ട്. ചില സ്ക്വയർ ഫ്രെയിംസ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഫ്രെയിംസ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് നല്ല മനോഹരമായിട്ട് അത്ര പെർഫെക്റ്റായിട്ടാണ് അത് ആ ഒരു പിക്ചറൈസേഷനിൽ അത് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കും എടുത്ത് പറയേണ്ടതാണ്. ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പാക്റ്റും ആ ക്യാരക്ടേഴ്സിൻ്റെ സംഘർഷങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ ഇതിൻ്റെ മ്യൂസിക്കിനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഫിലിമാണ്. കുറച്ച് ഒരു സ്ട്രോങ് ആയിട്ടിരുന്ന് കാണേണ്ട ഒരു ഫിലിമാണ്
ഈ ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. കാണാൻ ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ വീഡിയോയുടെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.